ലോകം ഇന്ന് ശ്വാസം അടക്കിപ്പിടിച്ചാണ് പശ്ചിമേഷ്യയിലേക്ക് നോക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷം മേഖല കാണാൻ പോകുന്ന ഏറ്റവും വലിയ സൈനിക നീക്കത്തിനുള്ള കളം ഒരുങ്ങുന്നു എന്നാണ്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളും അത്യാധുനിക പോർ വിമാനങ്ങളും ഇറാൻ അതിർത്തിയിൽ നിന്ന് അണിനിരക്കുന്നത് ഭീതിജനകമായ ഒരു യുദ്ധ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിന ലിവിറ്റിന്റെ പുതിയ പ്രസ്താവന അമേരിക്കയുടെ നയം വ്യക്തമാക്കുന്നത്. ഇറാന്റെ ആണവ സൗകര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഥമ പരിഗണനയെന്നാണ് അവർ വ്യക്തമാക്കിയത്. ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകണമെന്ന ബുദ്ധിപരമായ നീക്കം ട്രംപ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനീവയിൽ നടന്ന ഉന്നതതല ചർച്ചകളിൽ ട്രംപിന്റെ മരുമകൻ ജാരദ് കുഷ്നറും പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുത്തുവെങ്കിലും വലിയ പുരോഗതിയൊന്നും ഉണ്ടായില്ല. യുറേനിയം സമ്പുഷ്ടീകരണവും ആണവ പദ്ധതികളും പൂർണ്ണമായി നിർത്തണമെന്ന അമേരിക്കയുടെ കർശനമായ ആവശ്യം ഇറാൻ തള്ളിയതോടെ കാര്യങ്ങൾ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങി. അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇതിനോടകം തന്നെ അത്ഭുതപൂർവമായ സൈനിക വിന്യാസം പശ്ചിമേഷ്യയിൽ പൂർത്തിയായി കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണിത്. നിലവിൽ മേഖലയിലുള്ള USS എബ്രഹാം ലിങ്കൺ പുറമെയാണ് ജെറാൾഡ് ആർപോർട്ട് കൂടി എത്തുന്നത്. 2 വിമാനവാഹിനി കപ്പലുകൾ ഒരുമിച്ച് ഒരു ചെറിയ കടൽ മേഖലയിൽ തമ്പടിക്കുന്നത് യുദ്ധം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം എന്നതിന്റെ സൂചനയാണ്. നൂറുകണക്കിന് യുദ്ധവിമാനങ്ങളാണ് ഇറാൻ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 150ഓളം കാർഗോ വിമാനങ്ങളിലായി ടൺ കണക്കിന് യുദ്ധ സാമഗ്രികൾ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ താവളങ്ങളിൽ എത്തിച്ചു. ഈ വാരാന്ത്യത്തോടെ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ ശക്തമായ വ്യോമാക്രമണം ഉണ്ടായേക്കാമെന്നും CNN, CBS തുടങ്ങിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ ട്രംപ് ഇതുവരെ അന്തിമ ഉത്തരവിൽ ഒപ്പുവെച്ചിട്ടില്ല. അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിന്റെ ആദ്യപടിയായി ലോകത്തെ 20% എണ്ണ കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചു. ഇവിടെ ലൈവ് ഫയർ ഡ്രില്ലുകൾ നടത്തിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് പ്രദർശിപ്പിക്കുന്നു. അമേരിക്ക ആക്രമിച്ചാൽ ലോക സാമ്പത്തിക രംഗത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള തിരിച്ചടി നൽകുമെന്നാണ് ടെഹ്റാൻ നൽകുന്ന മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും ലോകരാജ്യങ്ങളിൽ വൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനും കാരണമാകും. ഇന്നത്തെ ഈ സംഘർഷത്തിന്റെ വേരുകൾ കിടക്കുന്നത് 2015 ഐതിഹാസികമായ ഇറാൻ ആണവ കരാറിലാണ്. ഒബാമ ഭരണകൂടത്തിന്റെ കാലത്ത് അമേരിക്കയും മറ്റ് 5 വൻശക്തികളും ചേർന്ന് ഒപ്പിട്ട ഈ കരാർ പ്രകാരം തങ്ങളുടെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കാമെന്ന് ഇറാൻ സമ്മതിച്ചിരുന്നു. പകരമായി ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്ക നീക്കം ചെയ്തു. എന്നാൽ 2018 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറി. കരാർ ദുർബലവും വികലവുമാണെന്ന് ട്രംപ് വാദിച്ചു. ഇറാന്റെ മിസൈൽ പദ്ധതികളും മേഖലയിലെ സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയും കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതായിരുന്നു ട്രംപിന്റെ പ്രധാന പരാതി. തുടർന്ന് ഇറാനുമേൽ പരമാവധി സമ്മർദ്ദം എന്ന നയം ട്രംപ് നടപ്പിലാക്കി. ഇത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു. പകരമായി ഇറാൻ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ചു. ഇതാണ് ഇന്നത്തെ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിച്ച പ്രധാന കാരണം. ഇറാനെതിരെയുള്ള സൈനിക നടപടിയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ പങ്കാളി ഇസ്രയേലാണ്. ഇറാന്റെ ആണവായുധ മോഹങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ഇസ്രയേൽ കരുതുന്നു. 2025 ജൂണിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിലെ ഹോളോണിൽ 32 പേർ കൊല്ലപ്പെട്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയും വർദ്ധിപ്പിച്ചു. വെറും ഒരു ആണവ നിയന്ത്രണമല്ല, മറിച്ച് ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ തന്നെ താഴെ ഇറക്കാനുള്ള ഒരു മാസീവ് ഓപ്പറേഷനാണ് അമേരിക്കയും ഇസ്രയേലും പ്ലാൻ ചെയ്യുന്നതെന്നും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ ഉപദേശകർക്കിടയിൽ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. ഒരു വിഭാഗം ശക്തമായ സൈനിക നടപടിയെ അനുകൂലിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ഉപരോധങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും ഇറാനെ തളയ്ക്കണമെന്ന് വാദിക്കുന്നു. ട്രംപ് നിലവിൽ തന്റെ സഖ്യകക്ഷികളുമായും ഉപദേശകരുമായും നിരന്തരം ചർച്ചയിലാണ്. തീരുമാനം എടുക്കുന്നതിനായി അദ്ദേഹം വളരെയധികം സമയം ചെലവഴിക്കുന്നതായാണ് വിവരം. എങ്കിലും സൈന്യം വൈറ്റ് ഹൗസിനെ അറിയിച്ചിരിക്കുന്നത് അവർ ഏത് നിമിഷവും ആക്രമണത്തിന് സജ്ജമാണെന്നാണ്. ഇറാൻ US യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. എണ്ണവില ബാരലിന് $180 മുകളിൽ പോയേക്കാം. ഇത് ലോകമെമ്പാടും പണപ്പെരുപ്പത്തിനും ദാരിദ്ര്യത്തിനും കാരണമാകും. ഇറാന്റെ പക്കൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരമുണ്ട്. ഇത് ഇസ്രയേലിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ തിരിച്ചുവിടാൻ ഇറാൻ മടിക്കില്ല. ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന റഷ്യയും ചൈനയും ഈ സംഘർഷത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നത് ലോക സമാധാനത്തെ ബാധിക്കുന്ന കാര്യമാണ്. റഷ്യയും ഇറാനും തമ്മിൽ നാവിക അഭ്യാസങ്ങൾ പ്രഖ്യാപിച്ചത് ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇറാൻ US സംഘർഷം ഒരു നിർണായക ഘട്ടത്തിലാണ്. നയതന്ത്രത്തിന്റെ മേശപ്പുറത്ത് ചർച്ചകൾ നടക്കുമ്പോഴും പടക്കപ്പലുകൾ തീ തുപ്പാൻ തയ്യാറായി നിൽക്കുന്നു. ചർച്ചകൾ വിജയിക്കുമോ അതോ ആയുധങ്ങൾ സംസാരിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ തീരുമാനം പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിവരച്ചേക്കാം. യുദ്ധം ഒഴിവാക്കി സമാധാനപരമായ ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ലോകം പ്രത്യാശിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് വലിയൊരു സ്ഫോടനത്തിലേക്കാണ്.